ഹൈ ഫ്രണ്ട്സ്, ഏവർക്കും ഫെംടൂൺ സുപ്രഭാതത്തിലേക്ക് സ്വാഗതം. മുഹ്സിൻ ഇരിക്കൂർ, ലൈഫ് ട്യൂൺ പ്രോഗ്രാം ഡയറക്ടർ. ഒരിക്കൽ കംബോഡിയയിലെ പട്ടംബാങ് പട്ടണത്തിലൂടെ ഒരു യൂറോപ്യൻ ടൂറിസ്റ്റ് നടന്നു പോവുകയായിരുന്നു. തിരക്കേറിയ റോഡിൻ്റെ ഓരത്ത് ഒരു മരച്ചുവട്ടിലിരുന്ന് ഒരാൾ ധ്യാനിക്കുന്നത് ആ ടൂറിസ്റ്റ് കാണുകയാണ്. ഇടതടവില്ലാതെ ഓടുന്ന വാഹനങ്ങളും നഗരത്തിലെ മറ്റു തിരക്കുകൾ കാരണം ശബ്ദമുഖരിതമായ ഒരു അന്തരീക്ഷത്തിലാണ് ആ സന്യാസി ധ്യാനിക്കുന്നത്. ഈ ബഹളങ്ങൾക്കിടയിലും ഇദ്ദേഹത്തിന് എങ്ങനെ ഇത്ര ശാന്തനായി ധ്യാനിക്കാൻ കഴിയുന്നുവെന്ന് സഞ്ചാരിക്ക് അത്ഭുതമായി. ആ മനുഷ്യൻ ധ്യാനത്തിൽ ഉണരുന്നതുവരെ സഞ്ചാരി കാത്തുനിന്നു. ധ്യാനത്തിൽ ഉണർന്നപ്പോൾ ആ മനുഷ്യനോട് സഞ്ചാരി ചോദിച്ചു, ഈ ശബ്ദകോലാഹലങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ധ്യാനിക്കാൻ കഴിയുന്നത്? അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് സഞ്ചാരിയോട് പറയുന്നുണ്ട്, അത് നമുക്കും ഒരു പാഠം തന്നെയാണ്. ഈ ശബ്ദകോലാഹലങ്ങളെല്ലാം നാം ശ്രദ്ധിക്കുന്നത് എന്തിനാണ്? നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അങ്ങനെയാകുമ്പോൾ അത് പ്രക്ഷുബ്ധാവസ്ഥയിൽ നിന്ന് നമുക്ക് ശാന്തത കൈവരിക്കാൻ സാധിക്കും. അയാൾ തുടർന്ന് പറയുന്നുണ്ട്, ഓരോ വാഹനങ്ങളും ഓടുമ്പോഴാണ് ശബ്ദം ഉയരുന്നത്. ഒരു വാഹനം ഓടേണ്ടത് മറ്റൊരാളുടെ ആവശ്യവുമാണ്. ഒരു ഹോൺ മുഴക്കപ്പെടുന്നത് മറ്റൊരാളുടെ ശ്രദ്ധ ക്ഷണിക്കാനാണ്. അവിടെ ഒരു അപകടം ഒഴിവാക്കപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ നാം സന്തോഷിക്കുകയല്ലേ വേണ്ടത്? ഉയരുന്ന ഓരോ ശബ്ദ കോലാഹലങ്ങളും തൻ്റെ സഹോദരൻ്റെ ഒരു ആവശ്യം നിറവേറ്റുകയാണ് ചെയ്യുന്നത്. ആയതിനാൽ ബഹളങ്ങളും ഒച്ചപ്പാടുകളും നമുക്ക് സന്തോഷം പകരുന്നതൊക്കെ സമാധാനവും നമുക്ക് നൽകുന്നു. ആ മനുഷ്യൻ്റെ വീക്ഷണങ്ങൾ സഞ്ചാരിയെ വല്ലാതെ ആകർഷിച്ചു. ജർമ്മനി ഒരു വ്യവസായി കൂടിയായിരുന്നു ആ ടൂറിസ്റ്റ്. തിരക്ക് പിടിച്ച ജീവിതത്തിലൂടെ അല്പം ആശ്വാസം ലഭിക്കാനാണ് അയാൾ ഇടയ്ക്കിടെ വിദേശയാത്രകൾ ചെയ്തിരുന്നത്. ഈ സംഭവം അയാളിൽ പരിവർത്തനങ്ങൾ വരുത്തി. തൻ്റെ ബിസിനസ്സിലെ തിരക്കുകൾ അയാൾ ആസ്വദിക്കാൻ തുടങ്ങി. അതോടൊപ്പം തനിക്ക് അത്യാവശ്യമായ കാര്യങ്ങളിൽ മാത്രം അയാൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. അങ്ങനെ ജീവിതത്തിലും ബിസിനസ്സിലും വലിയ പുരോഗതി കൈവരിക്കാൻ അയാൾക്ക് കഴിഞ്ഞു. പിൽക്കാലത്ത് ജർമ്മനിയിലെ ഹംബർഗിലെ അറിയപ്പെടുന്ന വ്യവസായിയായി അയാൾ മാറി. നമുക്ക് ചില പാഠങ്ങളുണ്ട്. ഒന്നാമത്തെ പാഠം, നമുക്ക് ചുറ്റുമുള്ള സംഭവങ്ങളെ നാം എങ്ങനെ വ്യാഖ്യാനിക്കുന്നതാണ് നമ്മുടെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും താക്കോൽ. നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളെ നാം എങ്ങനെ കാണുന്നു എന്നതാണ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെ ആ ഒരു സന്തോഷത്തിൻ്റെ പ്രതിഫലനം. നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളിൽ നന്മ കാണാനും അവയെ പോസിറ്റീവായി കാണാനും അവയെ നമ്മുടെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി ഉപയോഗിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഈ കാര്യം പറയുകയാണ്. നമ്മൾ ഓരോരുത്തരെയും കുറ്റപ്പെടുത്തുകയാണ്. എൻ്റെ തെറ്റിനേക്കാൾ നാം മറ്റുള്ളവരുടെ തെറ്റിനെയാണ് കൂടുതൽ നാം ഫോക്കസ് ചെയ്യുക. അതേസമയം ഓരോ കാര്യങ്ങളെയും നാം എങ്ങനെ കൈകാര്യം ചെയ്യണം, ആ പോസിറ്റീവ് മെൻറ്റാലിറ്റി നമ്മൾ കൊണ്ടുപോകുമ്പോൾ നമ്മൾ എന്ത് കാര്യത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് മനസ്സിലായാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഊർജ്ജം എവിടെയാണ് കേന്ദ്രീകരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനും അത് നമ്മുടെ വിജയത്തെ സ്വാധീനിക്കാനും സാധിക്കും. നമ്മുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നമുക്ക് വലിയ കാര്യങ്ങൾ നേടാനും സാധിക്കും. ആ അർത്ഥത്തിൽ മുന്നോട്ട് പോവുക. ഏവർക്കും ഫെംടൂണിൻ്റെ സന്തോഷാഭിവാദ്യങ്ങൾ. താങ്ക് യു.